നമസ്കാരം, ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രമേശ് പിഷാരടിയും സുധീർ കരമനയും മേജർ രവിയും അഞ്ജലി നായരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താരമണ്ഡലങ്ങൾ. അയൽഭാഷകളായ തമിഴുമായും കന്നഡയുമായും തെലുങ്കുമായും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ മലയാള സിനിമയ്ക്ക് രാഷ്ട്രീയവുമായുള്ള ബന്ധം കുറവാണ്. രാഷ്ട്രീയ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും കുറവെന്ന അർത്ഥത്തിലല്ല. ചലച്ചിത്ര പ്രവർത്തകർ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിലെ കുറവാണ് ഇവിടെ സൂചിപ്പിച്ചത്. എങ്കിലും കാലകാലങ്ങളായുള്ള തെരഞ്ഞെടുപ്പുകളിൽ അഭിനേതാക്കളോ സംവിധായകരോ നിർമ്മാതാക്കളോ ഒക്കെ വിവിധ മുന്നണികളുടെ ഭാഗമായി ഭാഗ്യപരീക്ഷണത്തിനു തയ്യാറാകുന്നതും മലയാളികൾ കണ്ടിട്ടുണ്ട്. മഹാനടൻ പ്രേം നസീറും മുരളിയും ജഗദീഷും ഭീമൻ രഘുവും ധർമ്മജൻ ബോൾഗാട്ടിയും ഒക്കെ മുഖ്യധാര പാർട്ടികളുടെ പ്രതിനിധികളായി മത്സരിച്ചിട്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചുവടുകൾ തെറ്റി വീണപ്പോൾ കെ.ബി. ഗണേഷ് കുമാറും ഇന്നസെന്റും മുകേഷും സുരേഷ് ഗോപിയും ഒക്കെ ജയിച്ചു കയറി. ഇക്കുറിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരസ്ഥാനാർത്ഥികൾക്ക് കുറവില്ല. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ് കൂട്ടത്തിൽ പ്രധാനി. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. താനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള രമേശ് പിഷാരടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിന്റെ വേദികളിൽ സജീവമാണ്. സ്വന്തം നാടുകൂടിയായ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാകും രമേശ് മത്സരിക്കുക എന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നുവെങ്കിലും സർപ്രൈസ് ആയാണ് പാലക്കാട് സീറ്റ് ഉറച്ചത്. തിരുവനന്തപുരം സെൻട്രലിൽ നടൻ സുധീർ കരമനയാണ് LDF സ്ഥാനാർത്ഥി. അവസാന നിമിഷം വരെ ആരെന്ന ചോദ്യമുയർന്ന മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് സുധീർ എത്തിയത്. നിലവിലെ MLA ആയ ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ലെന്ന അവസ്ഥയിലാണ് പുതിയൊരു പേര് ഇടതുപക്ഷം പരിഗണിച്ചത്. അതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന സുധീർ സ്ഥാനാർത്ഥിയായത് എല്ലാവർക്കും സർപ്രൈസ് ആയി. യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനകാലത്ത് SFI പ്രവർത്തകനായിരുന്നു സുധീർ. വലിയ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷം സുധീറിനെ മത്സരിപ്പിക്കുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടി അഞ്ജലി നായരാണ്. 2020യുടെ പ്രതിനിധിയാണ് അഞ്ജലി. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ താരങ്ങളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും 2020യാണ്. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയ, തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ, ഏറ്റുമാനൂരിൽ വീണ നായർ, തൃക്കാക്കരയിൽ അഖിൽ മാരാർ എന്നിവരാണ് 2020 പ്രഖ്യാപിച്ച താര സ്ഥാനാർത്ഥികൾ. ഇതിൽ ലക്ഷ്മിപ്രിയയ്ക്കും വീണ നായർക്കും മത്സരിക്കാനാകില്ലെന്ന് തിരിച്ചടിയായി. ഇരുവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിലില്ല. കുണ്ടറയിലെ BJP സ്ഥാനാർത്ഥിയായി മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അരുവിക്കരയിൽ നടൻ വിവേക് ഗോപനാണ് BJP സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ സോഷ്യൽ മീഡിയ താരം ആതിര D. നായരാണ് 2020 സ്ഥാനാർത്ഥി. ഒറ്റപ്പാലത്ത് നടനും സംവിധായകനുമായ മേജർ രവിയാണ് BJP സ്ഥാനാർത്ഥി. ഇതോടൊപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെങ്കിലും അഭിനയം, സംവിധാനം, നിർമ്മാണം എന്നിങ്ങനെ പല മേഖലകളിൽ സിനിമയുടെ ഭാഗമായിട്ടുള്ള മഞ്ഞാളം കുഴി അലി, ആര്യാടൻ ഷൗക്കത്ത്, മണി C. കാപ്പൻ, PC ജോർജ് എന്നിവരും മത്സരത്തിനുണ്ട്. LDFിന് വേണ്ടി പത്തനാപുരത്ത് മത്സരിക്കുന്ന മന്ത്രി കൂടിയായ K.B. ഗണേഷ് കുമാർ സിനിമാ നടനാണെങ്കിലും പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. കേരള കോൺഗ്രസ് ബിയുടെ നേതാവുമാണ്. 2 പതിറ്റാണ്ടിലേറെയായി തോൽവിയറിയാതെ പത്തനാപുരത്തിന്റെ MLA ആയി തുടരുകയാണ് അദ്ദേഹം എന്നതും എടുത്തു പറയണം. 2016 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം മണ്ഡലത്തിൽ 3 മുന്നണികൾക്കും വേണ്ടി ഏറ്റുമുട്ടിയ 3 സ്ഥാനാർത്ഥികളും സിനിമാ നടന്മാരായിരുന്നു. LDF സ്ഥാനാർത്ഥിയായി K.B. ഗണേഷ് കുമാർ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV ജഗദീഷ് കുമാർ, BJP സ്ഥാനാർത്ഥിയായി ഭീമൻ രഘു എന്നിവരാണ് രംഗത്തിറങ്ങിയത്. നിലവിലെ കൊല്ലം MLAയും നടനുമായ M. മുകേഷ് ഇത്തവണ മത്സര രംഗത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച G. കൃഷ്ണകുമാർ, ധർമ്മജൻ ബോൾഗാട്ടി എന്നീ പ്രമുഖരും ഇക്കുറിയില്ല. എന്തായാലും കാത്തിരുന്നു കാണാം ആരൊക്കെയാകും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭയിൽ എത്തുന്ന താരങ്ങളെന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.